വിശ്വാസമോ അന്ധവിശ്വാസമോ ആചാരമോ എന്തോ ആയിക്കൊള്ളട്ടെ, സംക്രാന്തി അഥവാ കർക്കടക സംക്രാന്തി നമ്മൾ പാലക്കാട്ടുകാർക്ക് ചെറിയൊരു ആഘോഷം തന്നെയാണ്. കർക്കടക മാസം 1-ാം തീയതിയാണ് നമ്മളിവിടെ സംക്രാന്തി ആഘോഷിക്കുന്നത്. ഈ സംക്രാന്തിയുടെ തലേ ദിവസം വീടുകളിൽ കുറച്ച് തിരക്കും ബഹളവുമൊക്കെ ആയിരിക്കും. ഈ ഗ്രൈൻഡറും മിക്സിയും ഒക്കെ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് ദോശയും കോഴിക്കറിയും കഴിക്കാൻ കിട്ടുന്ന ഒരേ ഒരു ദിവസമായിരുന്നു ഈ സംക്രാന്തി ദിവസം. ഇപ്പോഴൊക്കെ മിക്ക വീടുകളിലും മിക്ക ദിവസങ്ങളിലും കോഴിക്കറി ആയിരിക്കും. പക്ഷേ പണ്ട് അങ്ങനെയൊന്നും അല്ല. വല്ലപ്പോഴും മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. ഈ സംക്രാന്തിയുടെ തലേ ദിവസം ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ദോശയ്ക്ക് അരി അരച്ചു വയ്ക്കുക എന്ന്. അന്നൊക്കെ അരി അരയ്ക്കൽ വല്ലപ്പോഴും മാത്രമായതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ആട്ടുകല്ലിൽ പായൽ പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതെല്ലാം ഉമ്മയിട്ട് അരച്ചൊന്ന് കഴുകിയെടുക്കുക എന്നുള്ളത് നല്ലൊരു ജോലി തന്നെയാണ്. അതും എല്ലാ വീട്ടിലൊന്നും ആട്ടുകല്ല് കാണുമില്ല. അതുകൊണ്ട് അയൽവക്കക്കാർ കുറേ പേര് ചേർന്ന് ആട്ടുകല്ലുള്ള വീട്ടിൽ ഒന്നിച്ചുകൂടി അരി ആട്ടിയെടുക്കാൻ തുടങ്ങും. വിശേഷങ്ങളും സന്തോഷങ്ങളും പങ്കിടുന്ന ആ സന്ദർഭങ്ങളിൽ ഞങ്ങൾ കുട്ടികൾക്ക് അതൊരു കാഴ്ചയും ആഘോഷവുമായിരുന്നു. കാരണം ഈ അരി അരയ്ക്കൽ കഴിഞ്ഞു വേണം കൈകളിൽ മൈലാഞ്ചികളൊക്കെ ഇടാൻ. സംക്രാന്തിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ചേട്ടകളയൽ എന്നുള്ളത്. വീടുകളിലെ മാറാലകളൊക്കെ തട്ടി വേണ്ടാത്ത പാഴ്വസ്തുക്കളൊക്കെ മാറ്റി വീട് അടിച്ചു തുടച്ച് ശുദ്ധിയാക്കുന്നു. എന്നിട്ട് ഈ കുപ്പയും ചപ്പു ചവറുകളും ഒരു പൊട്ട മൺചട്ടിയിലിട്ട് ഒരു കുറ്റിച്ചൂലും താളിത്തണ്ടും വെച്ച് ഒരു തിരി കത്തിച്ച് വീടിന് ചുറ്റും ശിവോദിവാ മൂദേവി പോ എന്നും പറഞ്ഞ് 3 വലം വയ്ക്കും. അതിൻ്റെ പുറകെ മറ്റൊരാൾ ചെറിയൊരു വടിയോ തെങ്ങോലയുടെ തുമ്പോ കൊണ്ട് നിലത്തടിച്ച് ചാണകവെള്ളവും തെളിച്ച് മൺചട്ടി പടിക്ക് പുറത്ത് കൊണ്ടുവയ്ക്കും. തിരിച്ചു വന്ന് കയ്യും കാലും കഴുകി നിലവിളക്ക് കത്തിക്കും. അതോടെ വീട്ടിൽ മഹാലക്ഷ്മി കയറി വന്നു എന്നാണ് വിശ്വാസം. അതായത് നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി വന്നു എന്ന് വിശ്വാസം. അത് കഴിഞ്ഞാണ് കുട്ടികളും മുതിർന്നവരും ഒക്കെ കയ്യിൽ മൈലാഞ്ചി അരച്ച് തേക്കിൻ്റെ ഇലയിൽ വെച്ച് 2 കൈകളിലും വെച്ച് പൊതിഞ്ഞു കെട്ടുന്നു. ചിലർക്കാണെങ്കിൽ പൊതി കെട്ടണ്ട, ഡിസൈൻ വരയ്ക്കണമെന്നായിരിക്കും നിബന്ധന. അങ്ങനെ നിബന്ധനകൾക്കനുസരിച്ച് മൈലാഞ്ചിയിടൽ തകൃതിയായി നടക്കും. പണ്ടൊക്കെ ഇറച്ചി തേക്കിലയിലാണ് പൊതിഞ്ഞു കൊണ്ടുവരിക. അതുകൊണ്ട് തേക്കിലയിൽ മൈലാഞ്ചി ഇട്ടിരിക്കുന്നവരെ ചുണ്ടി പിടിപ്പിക്കാനായി ഓരോരുത്തർ ഇറച്ചി പൊതിയെന്നും പറഞ്ഞ് കളിയാക്കും. മൈലാഞ്ചി പൊതിയെ ഇറച്ചി പൊതിയെന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ചുവക്കില്ലാത്രേ. ദേഷ്യം വരാൻ വേറെ എങ്ങോട്ടെങ്കിലും പോണോ? പിന്നെ കുറച്ച് സമയം മൈലാഞ്ചിയൊക്കെ കയ്യിൽ പിടിപ്പിച്ച് കഴുകിക്കളയും. അടുത്ത ദിവസം കയ്യിൽ നല്ലെണ്ണയും തേച്ച് ആ കൈകൊണ്ട് നല്ലെണ്ണയിൽ ചുട്ടെടുത്ത ദോശയും കഴിക്കുമ്പോഴുണ്ടാകുന്ന ആ അനുഭൂതി ഇപ്പോൾ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. സംക്രാന്തിക്ക് കാരണന്മാർക്ക് വെച്ചു കൊടുക്കുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അതായത് മരിച്ചുപോയ ആത്മാക്കൾക്ക് വെച്ചു കൊടുക്കുക. വീട്ടിൽ വളർത്തുന്ന കോഴികളിൽ മറ്റുള്ള കോഴികളെ കൊത്തി ഭരിച്ച് നടക്കുന്ന കോഴിയെ സംക്രാന്തിക്ക് കൊല്ലാനായി നിർത്തും. വീട്ടിലെ മക്കളുടെ എണ്ണത്തിനനുസരിച്ച് കോഴികൾക്ക് അവകാശികളും ഉണ്ടാവും. സംക്രാന്തിക്ക് കൊല്ലുന്ന കോഴിയുടെ അവകാശി കാലത്ത് തന്നെ കരച്ചിലും തുടങ്ങിക്കാണും. അവസാനം അവകാശിയുടെ കരച്ചിലിനെയും സങ്കടത്തിനേക്കാളും കൂടുതൽ കാരണവന്മാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കോഴിയെ കൊന്ന് കറി വയ്ക്കും. കോഴിയുടെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് കാരണവന്മാർക്ക് മാത്രമായി പാകം ചെയ്ത് വയ്ക്കും. പിന്നീട് ചോറും ദോശയും കോഴിക്കറിയും പിന്നെ കാരണവന്മാർക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ച് പൂജ ചെയ്ത് ആത്മാക്കൾക്കായി സമർപ്പിക്കുന്നു. പിന്നീട് പൂജ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി വാതിലടച്ച് ആത്മാവിന് പൂജ കൊള്ളാൻ അനുവദിക്കുന്നു. ശേഷം പ്രസാദം എല്ലാവർക്കും നൽകുന്നു. മാത്രമല്ല, അയൽവക്കത്ത് ആരെങ്കിലും മരിച്ച 1 വർഷം തികയാത്ത വീടുകളുണ്ടെങ്കിൽ ദോശയും കോഴിക്കറിയും കൊണ്ട് നൽകാറുണ്ട്. മരിച്ച 1 വർഷം തികയാത്ത വീടുകളിൽ ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സംക്രാന്തി വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഹൈപ്പും കമൻറ്റും ഷെയറും ഒന്നും ഇടാൻ മറക്കരുത്. താങ്ക് യു.